37 സങ്കീർത്തനം 11 വാക്യം. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിലവർ ആനന്ദിക്കും. ഭൂമിയെ കൈവശമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിലുള്ള അനേകരുടെ ഹൃദയത്തിൽ അവർക്ക് ദൃഢമായ കൃത്യമായ ഒരു ഇരിപ്പിടം അവർ ഉണ്ടാക്കിയെടുക്കും. അവർ ചെയ്യുന്നതിൽ മറ്റുള്ളവർ സന്തോഷിക്കും. അവരെക്കുറിച്ച് അനേകർ അവരുടെ നാവാൽ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സമാധാന സമൃദ്ധി ഉണ്ടായിരിക്കും. സമൃദ്ധമായ സമാധാനം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ടോ? എന്നാൽ സമാധാനമില്ലാത്ത അനവധി ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇന്ന് നടക്കുന്ന ആത്മഹത്യ മുഴുവൻ സമാധാനമില്ലാത്തത് കൊണ്ടല്ലേ? ജീവിതത്തിൽ ലഭിക്കേണ്ടത് ലഭിക്കാതെ വരുമ്പോൾ, ആഗ്രഹിക്കുന്നത് നഷ്ടമായി ഇരിക്കുമ്പോൾ ആത്മഹത്യ ഒരു പരിഹാരമായി കാണുന്ന അനവധി ആളുകളെ നാം കാണുന്നുണ്ട്. ശാന്തത എന്ന് പറയുന്നത് ഒരു ബലഹീനതയായി പലരും തെറ്റിദ്ധരിക്കും. അവന് കഴിവില്ലാത്തവനാണ്, അവനൊരു നിർഗുണനാണ്, അവനെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയരെ, ഓർമ്മിക്കുക, ശാന്തതയുള്ള മനുഷ്യൻ അവൻ ദൈവത്തോടുള്ള സ്നേഹത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അവനൊന്നും പിടിച്ചു വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവന് ലഭിക്കേണ്ടത് ലഭിക്കുവാൻ വേണ്ടി അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ശാന്തതയുടെ നേരെ ഒപ്പോസാണല്ലോ അക്രമാസക്തി. അക്രമാസക്തിയുള്ള വ്യക്തികൾ ഈ ലോകത്തിൽ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പരിണിത ഫലമല്ലേ ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. ഒരു കുടുംബം തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ കാര്യത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസം അതുകൊണ്ട് അവസാനം എത്തിക്കുന്നത് എവിടെയാണ്? ഡിവോഴ്സിൽ കൊണ്ട് എത്തിക്കുക. പറഞ്ഞിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി ഇരുന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പല പ്രശ്നങ്ങളും ഇന്ന് വലിയ സംഘർഷങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക. മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹമില്ലാത്ത അനുഭവത്തിൽ, മാതാപിതാക്കളെ നിഷ്കരണം കൊന്നുകളയുന്ന മക്കളുള്ള സമൂഹത്തിൽ ഒരു ചെറിയ ചില്ലറ പൈസയ്ക്ക് വേണ്ടി തർക്കമുണ്ടായി കൊലപാതകത്തിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പത്രം തുറന്നാൽ തന്നെ, അല്ലെങ്കിൽ മീഡിയാസ് തുറന്നാൽ തന്നെ സമാധാനമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന എത്രയോ പ്രശ്നങ്ങളാണ് ഞാനും നിങ്ങളും ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വിശ്വാസികളുടെ കുടുംബത്തിൽ പോലും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്ന അനവധി ആളുകളെ നാം കാണുന്നുണ്ട്. പ്രിയരെ, വിശ്വാസികൾ തന്നെ ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അക്രമാസക്തരായി മാറുന്ന എത്രയോ ആളുകളെ നാം കാണുന്നു. ഇവിടെയാണ് ദൈവസ്നേഹം നിഴലിടേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹം പലതിലും അഹങ്കരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, യഹൂദന്മാർ തങ്ങളുടെ പാരമ്പര്യത്തിലായിരുന്നു അഹങ്കരിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഗ്രീക്കുകാർ തങ്ങളുടെ ജ്ഞാനത്തിൽ അഹങ്കരിക്കുന്നു. റോമക്കാർ തങ്ങളുടെ ശക്തിയിലായിരുന്നു അഹങ്കരിക്കുന്നത്. ഇന്ന് പകൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ നമ്മുടെ ഏത് കഴിവിലാണ് അഹങ്കരിക്കുന്നത്? ഒന്നിലും അഹങ്കരിക്കേണ്ട കാര്യമില്ല. കാരണം എന്തെന്ന് പറയാമോ? ഇന്നത്തെ ജീവിതം, ഇന്നത്തെ പ്രഭാതം എനിക്കും നിങ്ങൾക്കും ദൈവം നൽകി തന്നതാ. ഈ ശ്വാസം ഒന്ന് നിലച്ചാൽ വെറും ഒരു ചലനമറ്റ വസ്തുവായി ഞാനും നിങ്ങളും മാറേണ്ടവരാ. ഈ ലോകത്തിൽ വെട്ടിപ്പിടിക്കുന്നതോ ഈ ലോകത്തിൽ ആർജിച്ചെടുക്കുന്നതോ ഒന്നും നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് കഴിയുകയില്ല എന്നൊരു ബോധ്യം യഥാർത്ഥമായി നമുക്ക് ഉണ്ടെങ്കിൽ നാം ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, ഞാൻ ഒന്നുമില്ല എന്ന് സമ്മതിച്ച്, ഞാനൊരു അല്പനാണ് എന്ന് സമ്മതിച്ച്, എൻ്റെ ജീവിതം ഒന്നുമല്ല എന്ന് സമ്മതിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അല്പത്വം എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു വീക്ക് പോയിൻ്റ് തന്നെയാണ്. ഒന്നിലും അല്പത്വം കാണിക്കേണ്ട കാര്യമില്ല. എല്ലാം ദൈവം നമുക്ക് നൽകിത്തരുന്ന ഒരു ദാനം മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായി ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശാന്തശീലരായിരിക്കുവാൻ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം. എൻ്റെ വീക്ക്നെസ്, എനിക്കെവിടെയാണ് കുറവുള്ളത്, എവിടെയാണ് എനിക്ക് വീക്ക്നെസ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് തിരുത്താൻ നമ്മൾ തയ്യാറാകണം. രണ്ടാമതായി, ദൈവത്തിൻ്റെ മുൻപിൽ ഞാനൊരു നിസ്സാരനാണ് എന്ന് സമ്മതിക്കണം. 3, ഞാൻ അവൻ്റെ കയ്യിലെ വെറും ഒരു ഉപകരണം മാത്രമാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സമ്മതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അവൻ കാണും.
പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്നേഹിതരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇന്നത്തെ പ്രഭാതം അതിന് ഇടയാകട്ടെ. നമ്മൾ കണ്ടുമുട്ടുന്നവർ, നമ്മൾ ആശയവിനിമയം നടത്തുന്നവർ, നമ്മളോട് സംസാരിക്കുന്നവരൊക്കെയായി വലിയൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മളൊരു ശാന്തശീലരായി മാറുവാൻ, മറ്റുള്ളവരിലേക്ക് ഈ ശാന്തത ഒന്ന് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. അതിന് എല്ലാവരെയും നമ്മളെ ഒന്ന് തിരിച്ചറിയുവാൻ, ഞാൻ ഹുവാമായി, ഞാൻ ആരാണ്, ഞാനൊരു നിസ്സാരനായ വ്യക്തിയെന്ന് സമ്മതിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ഇന്നത്തെ നമ്മൾ കണ്ടുപിട്ടുന്ന എല്ലാവരുമായി നല്ല സൗഹൃദത്തിലായിരിക്കുവാൻ, ഭൂമിയെ കൈവശമാക്കുന്നവരായി തീരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു.